ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത ആഴ്ചയിലാണ്, അതായത് ഈ മാസം 29-ാം തീയതിയാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. ആധ്യാത്മികമായിട്ട് മന്ത്രദീക്ഷയും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഗുരുപൂർണിമ. പൊതുവേ വ്യാസ ഭഗവാന്റെ ജന്മദിനമായിട്ടാണ് അത് കരുതുന്നത്. എന്നാൽ ഓരോ ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന, പ്രത്യേകിച്ച് മന്ത്രദീക്ഷ എടുത്തിട്ടുള്ള, ആധ്യാത്മികമായി നമ്മൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ആരാണോ ആ ആളെ ആണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുവിനെ അവരവർക്ക് ഓരോരുത്തർക്കും ഓരോ ഗുരുക്കന്മാരുണ്ടാകും. വ്യത്യസ്തമാണ്. വളരെ അപൂർവം മാത്രമാണ് നമ്മൾക്ക് ഒരേ ആളിൽ നിന്ന് ധാരാളം മന്ത്രദീക്ഷ എടുക്കാനൊക്കെയുള്ള അവസരങ്ങൾ. മന്ത്രദീക്ഷ ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ജ്ഞാനിയായ ഒരു ഗുരുവിനെ കണ്ടെത്തുക, ആ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അസുലഭമായിട്ടുള്ള ഒരു നിമിഷമാണ്. എന്തായാലും അങ്ങനെയുള്ള ഒരു അവസരത്തിന് വേണ്ടിയും കിട്ടിയ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ആണ് ഈ ഗുരുപൂർണിമ സാധകന്മാർ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഗുരുസ്ഥാനമായി കണ്ടിട്ടുള്ള അവിടെ പോയി ഫലമൂലാദികൾ ദക്ഷിണ സഹിതം സമർപ്പിച്ച്, ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങി ഈ സംസാര സമുദ്രത്തിൽ നിന്നും, നമ്മുടെ ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് നിന്ന് ശാന്തവും സുഖപൂർണവുമായിട്ടുള്ള ഒരു ലോകത്തേക്ക് എങ്ങനെ നമ്മൾക്ക് എത്തിപ്പെടാം, അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും ധാരാളം ആത്മജ്ഞാനികൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു പരിപൂർണനായിട്ടുള്ള ഒരു ഗുരുവിനെ നമ്മൾക്ക് വേറെ കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ ജീവിതവും ഗുരുവിൻ്റെ തപസ്സും ഗുരുവിൻ്റെ അത്ഭുത പ്രവൃത്തികളുമൊക്കെ ഇന്നും വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രം നിലനിൽക്കുകയാണ്. 99% ആളുകൾക്കും ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുരുത്വം, ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഗുരുവിനെ നമ്മൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികളിലൂടെ, പ്രത്യേകിച്ച് വേദാന്ത കൃതികൾ, ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, അദ്വൈത ദീപിക, വേദാന്ത സൂത്രം തുടങ്ങിയിട്ടുള്ള എത്രയോ കൃതികൾ കിടക്കുന്നു. അപ്പോൾ വ്യാസന് ശേഷം ഇത്രയും പരിപൂർണനായ ഒരു ആചാര്യനെ, ഒരു ഗുരുവിനെ, ഒരു മഹർഷിയെ ഭാരതം ദർശിച്ചിട്ടില്ല. പക്ഷെ ഗുരു ഈ മലയാള കരയിൽ ജനിച്ചതുകൊണ്ടായിരിക്കാം ഇന്നും ഗുരുവിൻ്റെ ഈ ഒരു മഹത്വം ഭാരതത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാത്തത്. അപ്പോൾ കേരളത്തിൽ തന്നെ ശരിയായ രീതിയിൽ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും
ആ രീതിയിലൊന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്കിന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളാണ്, അതിനൊരു സൊല്യൂഷൻ ഗുരു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമല്ല, ആധ്യാത്മികമായിട്ടുള്ള ഒരു പരിഹാരവും കൂടി നമുക്ക് വേണം. അതുകൊണ്ട് ഗുരുപൂർണിമ ദിനത്തിൽ നമ്മൾ ആധ്യാത്മികതയ്ക്ക് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ഈ ആധ്യാത്മികതയുടെ ബലത്തിൽ ഭൗതികമായിട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുള്ള മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണവുമൊക്കെ നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ചിന്ത അങ്ങനെ ഒരു ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മനസ്സ് അനുവദിക്കാത്ത ഒരു രീതിയിലാണ് പോക്ക്. അതുകൊണ്ട് ആധുനിക ചിന്തയും വിദ്യാഭ്യാസവും നേടുന്നതോടൊപ്പം തന്നെ മഹർഷിമാരുടെ ഒരിക്കലും നശിക്കാത്ത എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ആ വിദ്യയെ, ആ വെളിച്ചത്തെ നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.